വേൾഡ് ബോക്സിംഗ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബോണിൽ നടന്ന DGM സീരീസ് നമ്പർ 6 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം KS വിനോദ് ചാമ്പ്യനായി. അമേരിക്ക, തായ്ലൻഡ്, ശ്രീലങ്ക, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും 20-ലധികം ബോക്സിംഗ് താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റുമുട്ടി. ഫൈനലിൽ അമേരിക്കൻ ബോക്സർ ഷോബിയെ കീഴ്പ്പെടുത്തിയാണ് 2023-24 ചാമ്പ്യൻ പട്ടം KS വിനോദ് കരസ്ഥമാക്കിയത്. യൂത്ത് ഇത് ഏറ്റെടുത്താൽ, സ്പോർട്സിന്റെ ഒരു റവല്യൂഷൻ അല്ലെങ്കിൽ ഒരു കൾച്ചർ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതം, അവരുടെ ഫാമിലിയും, ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരിക്കുന്ന കാരണം വേറെ ഒന്നുമുണ്ടല്ലോ, ഒരു സ്പോർട്സ്മാൻ എന്നറിയില്ല. അപ്പൊ ഒത്തിരി പേർക്ക് മുന്നോട്ട് വരാൻ എനിക്കൊരു മാർഗം കാണിക്കാൻ എന്തെങ്കിലും പറ്റുമെങ്കിലും ചെയ്യാനൊക്കെ വന്നു. പിന്നെ ചോദ്യം കറക്റ്റാണ്. ഈ ഇൻഡിവിജ്വൽ സ്പോർട്സായ ബോക്സിംഗ്, റെസ്ലിംഗ് ഇതൊക്കെ നമ്മുടെ അടുത്തുവരെ എത്തിയിട്ടുണ്ട്. മനോജ് കുമാർ ഗവൺമെന്റ് ചാമ്പ്യനായിരുന്നു, വിജേന്ദർ സിംഗ് മെഡൽ വന്നിട്ടുണ്ട് ഒളിമ്പിക്സിൽ. അപ്പൊ ഇതൊക്കെ ഹരിയാന ഗവൺമെന്റ് ഒക്കെ ശ്രമിക്കുന്നുണ്ട് മുന്നോട്ട്. കേരള ഗവൺമെന്റ് ചിലപ്പോൾ ശ്രദ്ധയോടായിരിക്കും ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മളിവിടെയുള്ള ഓസ്ട്രേലിയയിലെ കാര്യം ഈ WBC കേരളം പറഞ്ഞപ്പോഴാണ് പബ്ലിക്കിൽ മനസ്സിലാവുന്ന ഇങ്ങനെ സാധനങ്ങളുണ്ട്. ഞാൻ UFC എന്ന് പറഞ്ഞ MMA സ്പോർട്സ് ആദ്യമായിട്ട് വന്നപ്പോൾ ഒരു പത്രത്തിൽ വന്ന പേര് പറയുന്നത് അവർക്കാണ് മനസ്സിലായത് എന്താണ് ഈ MMA എന്നുള്ളത്. അവര് വേഗം വന്നപ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഇന്റർനാഷണൽ മത്സരങ്ങളൊക്കെ അറിയാം, മറ്റു പത്രക്കാരെ മനസ്സിലായില്ല. അവർ ചോദിച്ചത് എന്താണ് MMA. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഇപ്പൊ 100 പേരൊന്നും കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിലേക്കാൻ പറ്റിയിരിക്കുന്നത് 2 പേരെങ്കിലും ഒളിമ്പിക്സിലേക്ക് മെഡൽ മേടിച്ചാൽ ബോക്സിംഗിൽ 80 രജിസ്റ്ററിലേക്ക്. ബോക്സിംഗ് ഒരു ലെജൻഡറി സ്പോർട്സാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, മറ്റു സ്പോർട്സിനെ ഞാൻ താഴ്ത്തി കിട്ടുന്നില്ല. ഒരു സ്പോർട്സ് ഒളിമ്പിക്സിലേക്ക് വളരെയധികം സ്പോർട്സിനെ ശ്രമിച്ചിട്ടും അവിടെ എത്തുന്നില്ല. അപ്പോൾ ഒളിമ്പിക്സ് സ്റ്റിൽ അവിടെയുണ്ട്, നമ്മുടെ ചാമ്പ്യന്മാരുണ്ട്. അപ്പോൾ അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ ഗവൺമെന്റ്, ഞാൻ പറഞ്ഞത് ബിസിനസ് ആയിട്ട് എടുക്കാതെ ഇതിനെ എല്ലാവരും സർവീസായിട്ടും ഒരു യൂത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് അവരെ മാക്സിമം സ്പോർട്സിലേക്ക് തിരിച്ചാൽ രാജ്യം നന്നാവും, നമ്മുടെ പിള്ളേരും നന്നാവും. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആര് ടൈറ്റിൽ ബോക്സിലേക്ക് ഇരിക്കുന്ന ആര് പറയണം, ഒരാൾ നല്ലൊരു ബോക്സറാണ്, അവനൊരു യൂത്തിന്റെ ഒരാളാണ്, അവരോട് ബോക്സിംഗ് ചെയ്യണം, സാമ്പത്തികമായിട്ട് എല്ലാ സപ്പോർട്ടും ടൈറ്റിൽ ബോക്സിലേക്ക് കൊടുക്കും, ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹം ബോക്സർ ആയിരിക്കണം, അദ്ദേഹം ക്യാരക്ടർ കറക്റ്റായിട്ട് പോകണം, ഇതിൽ എയിം ഉണ്ടായിരിക്കണം, എനിക്ക് അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കണം, യാതൊരു പൊളിറ്റിക്സിലും പാടില്ല. വളരെ ക്ലിയർ ഇതായിട്ട് അദ്ദേഹം ഏറ്റവും 100% ടൈറ്റിൽ ബോക്സ് സപ്പോർട്ട് ചെയ്യും, ഇന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എറണാകുളം കുമാർ നാഷണൽ നഗർ സ്വദേശിയായ വിനോദ് ഇന്ത്യയിലെ തന്നെ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ബോക്സിംഗ് ക്ലബ്ബായ ടൈറ്റിൽ ബോക്സിംഗ് ക്ലബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. വേൾഡ് ബോക്സിംഗ് കൗൺസിൽ സൗത്ത് ഇന്ത്യൻ അംബാസിഡർ അഡ്വക്കേറ്റ് KV സാബു, ചലച്ചിത്ര നിർമ്മാതാവും വേൾഡ് ബോക്സിംഗ് കൗൺസിൽ അംഗവുമായ ടോമിച്ചൻ മുളകുപാടം എന്നിവർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു. നമുക്ക് എഴുത്തിന് ആർക്കും സമയമില്ല. പക്ഷെ അവർക്ക് രാവിലെ നമ്മൾ കാണുന്നതാണ് എല്ലാ ആൾക്കാരും രാവിലെ ഒരു 10:15 എഴുത്തിന് വേണ്ടി തന്നെ നടക്കുകയാണ്. അവിടെ എല്ലാം ഓപ്പൺ ആകുന്നത് 10 ശേഷം എല്ലാം ഓപ്പൺ ആകും. വൈകുന്നേരം 5 മണിക്ക് ശേഷം ഒരു കടയുണ്ടെങ്കിലും ഒന്നുമില്ല, എല്ലാം ക്ലോസ് ആണ്. അപ്പൊ എഴുത്തിന്റെ കാര്യത്തിൽ അവിടെ ഓസ്ട്രേലിയ ഭയങ്കര കെയറാണ്. എനിക്കൊന്ന് ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ചെയ്തെന്ന് തോന്നുന്നുണ്ട്. നമുക്കും അതുപോലെ പോയ നല്ലതായിരിക്കും. അതിനുശേഷമാണ് ഇപ്പൊ വിനോദ മത്സരമാണ്. ഞാനൊക്കെ ഒത്തിരി ഹെൽത്ത് കെയർ ചെയ്യുന്നുണ്ട്, ജിമ്മിലൊക്കെ പോയി എന്റെ ശരീരമൊക്കെ കണ്ടാൽ അറിയാതെ ഒത്തിരി ഞാൻ കുറച്ചിട്ടുണ്ട്. ഇതൊക്കെ ശേഷമാണ് ഇത്ര കുറച്ചിരിക്കുന്നത്. അന്ന് നടന്ന മത്സരം അത് വിനോദിന് ഈ ബെൽറ്റ് കിട്ടാൻ വേണ്ടിയുള്ള മത്സരം 3 റൗണ്ട് ഉണ്ടായിരുന്നു. ഇടിയൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ സങ്കടം വരും. പക്ഷെ അത്ര ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഇത്ര അടുത്തിരുന്ന് കണ്ടൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ സങ്കടം സ്പോർട്സാണ്. പക്ഷെ നമുക്ക് അത് സങ്കടം വരാറുണ്ട്. ഈ കുട്ടി വിനോദിനെ ഞാൻ ഒരു ഇടിച്ചിട്ട് ആ കണ്ണിക്കൂടെ അന്നേരം ബ്ലഡ് വന്നിട്ടാണ് ഞാനത് കൊടുത്തത്. അതാണ് ഇപ്പൊ ഇത്ര ദിവസമായിട്ട് അത് മാറിയിട്ടില്ല. അപ്പൊ വിനോദ് പറയായിരുന്നു, ഇവരൊക്കെ ഈ ഇവിടെയൊക്കെ ഇടിച്ചു കഴിഞ്ഞാല് എല്ലൊക്കെ പൊടിഞ്ഞു പോയിട്ട് അതുപോലെ ഇവിടെ ഈ അസ്ഥിയിട്ടുണ്ട്, പുള്ളി ഇവിടെ ഇടിക്കുന്നത് പറയുന്നത് ഈ താഴത്തെ അസ്ഥിയൊക്കെ പൊടിപ്പോയി കുറെ ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഇവരുടെ ഒരു സ്പോർട്സിന്റെ ഇതായിരിക്കും. അത് നിങ്ങൾക്ക് പത്രക്കാർ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കാണുന്നില്ല, ഇതുപോലെ അനുഭവമായിരിക്കും. DGM സീരീസ് നമ്പർ 7 ചാമ്പ്യൻഷിപ്പ് അമേരിക്കയിലോ കൊച്ചിയിലാകും നടത്തപ്പെടുക എന്ന് അഡ്വക്കേറ്റ് KV സാബു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തീർച്ചയായും ഇന്ത്യയിൽ സമ്മതിക്കുകയാണെങ്കിൽ WBC ഇന്ത്യയിൽ സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചിയിൽ വരുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൊച്ചിയിൽ എറണാകുളത്ത് തന്നെ നമുക്ക് സംവിധാനങ്ങൾ കൊണ്ട് ക്ലബിലല്ല
ഒത്തിരി എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ളത് മിക്കവാറും ഗ്രൗണ്ടിലോ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കൊക്കെ മാറ്റുന്നതാണെങ്കിലും ഈ മാച്ചിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് നമ്മുടെ എറണാകുളത്തുകാരനാണ് അതുൽ സതീശൻ. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.